ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ ഏറ്റവും അതിവേഗത്തിലുള്ള 100 കോടി രൂപ കളക്ഷൻ നേടിയ സിനിമ എമ്പുരാൻ എന്ന സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിച്ചു കൊടുത്തു. സിനിമ എങ്ങനെ ആയിക്കൊണ്ട് പോട്ടെ, ചിലപ്പം എനിക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കാം, ചിലപ്പം ചിലപ്പോൾ 50 പേർക്ക് ഇഷ്ടപ്പെടും, 50 പേർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത്. പക്ഷേ 50 പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിനെ മാത്രം ഞാൻ വിലയെടുത്ത് കാണുന്നില്ല. ഇപ്പം ഇത്രയും കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുകയാണ് സിനിമ. അപ്പോൾ എല്ലായിടത്തും മിക്സഡ് റിവ്യൂസ് ആണ് വരുന്നതെങ്കിലും കൂടുതലായിട്ട് ഇപ്പോൾ പോസിറ്റീവ് റിവ്യൂസ് ആണ് ഇപ്പോൾ യൂട്യൂബ് ചാനലിലൊക്കെ കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ കണ്ട എമ്പുരാൻ സിനിമ എനിക്ക് അത് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് തന്നെയാണ് ഞാൻ അത് വെളിയിൽ പറഞ്ഞത്. പക്ഷേ ചിലപ്പോൾ അത് എൻ്റെ മാത്രം കാഴ്ചപ്പാടായിരിക്കും. ചിലപ്പോൾ സിനിമ നല്ല രീതിയിൽ വിജയിച്ചിരിക്കും. പക്ഷേ നമുക്കിപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൻ്റെ കുറ്റമായിട്ട് മാത്രം ഞാൻ കണ്ടുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. മലയാളത്തിൽ ഏറ്റവും വേഗത്തിൽ 100 കോടി, അതായത് 2 ദിവസം പോലും വേണ്ടി വന്നില്ല 100 കോടി ക്ലബിലോട്ട് തിയേറ്റർ കളക്ഷൻ 100 കോടി എത്തിപ്പെടാൻ വേണ്ടി എമ്പുരാൻ 2 ദിവസം പോലും വേണ്ടി വന്നില്ല. ഏറ്റവും ഫാസ്റ്റസ്റ്റ് നമ്മൾ വിജയ് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, 2 ദിവസം കൊണ്ട് 100 കോടി, 3 ദിവസം കൊണ്ട് 100 കോടി എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ മലയാളത്തിൽ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരിക്കുകയാണ്. 1.5 ദിവസം കൊണ്ട് 2 ദിവസം ആകുന്നതിന് മുമ്പേ 100 കോടി രൂപ നമ്മുടെ കളക്ഷനായിട്ട് നേടിയിരിക്കുകയാണ്. ഇതിപ്പോൾ 2 ദിവസത്തെ കളക്ഷൻ ആകണമെന്നില്ല, ചിലപ്പം ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ടോട്ടൽ ബുക്കിംഗ് ആയിരിക്കും അവർ ഉദ്ദേശിച്ചിരുന്നത്. 100 കോടി രൂപ കളക്ഷൻ നേടിയിട്ടുണ്ട്. അത് നേടൂടെ, കാരണം ബുക്ക് മൈ ഷോ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ആൾക്കാർ ബുക്ക് ചെയ്യുന്നുണ്ട്. ഒരു മണിക്കൂർ തന്നെ 10-17,000 പേര് ബുക്ക് ചെയ്യുന്നുണ്ട് ഈ സിനിമയ്ക്ക്. അപ്പോൾ ആ സിനിമയ്ക്ക് എത്രത്തോളം ചിലപ്പോൾ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചെന്ന് വരും. പക്ഷേ ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഒരു ഹൈ മൂവ്മെൻറ്റ്സ് ഇല്ലാത്ത ഒരു സിനിമയായിരുന്നു. ഒരു ആക്ഷൻ ബ്ലോക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ആ സിനിമയ്ക്ക് അത് എനിക്ക് ഒരു ഹൈ മൂവ്മെൻറ്റ്സ് ഒന്നും തോന്നില്ല. മോഹൻലാൽ ഫാൻസ് എൻ്റെ ക്ഷമിക്കണം, ചിലപ്പോൾ അത് എൻ്റെ തെറ്റായിരിക്കും, എൻ്റെ കാഴ്ചപ്പാടിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. എനിക്കത് വലുതായി ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇതിനകത്ത് മോഹൻലാൽ ഫാൻസ് എന്നെ ഇതേപോലെ ഞാൻ എന്തെങ്കിലും ഡീഗ്രേഡ് ചെയ്യുന്ന സമയത്ത്, എനിക്ക് കുറ്റം പറയുന്ന സമയത്ത് താഴെ വന്ന് കമൻറ്റ് ബോക്സിൽ തെറി പിടിക്കുന്ന മോഹൻലാൽ ഫാൻസ് പോലും എൻ്റെ ഈ റിവ്യൂവിന് നേരെ ഒന്നും വന്ന് പറഞ്ഞില്ല. കാരണം എനിക്ക് തോന്നുന്നു അവരിൽ ചിലർക്ക് പോലും ചിലപ്പോൾ അത്രയ്ക്ക് ആ സിനിമയെ അത്രത്തോളം ഇഷ്ടപ്പെട്ട് കാണൂല. അതുകൊണ്ടായിരിക്കും അവരതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടൊന്നും പറയാത്തത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ വലുതായിട്ട് മോശപ്പെട്ട രീതിയിൽ കമൻറ്റ് ബോക്സിൽ അത്രയ്ക്കും വലുതായിട്ടൊന്നും പറയാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ ഇത് കാര്യമൊന്നുമല്ല, 100 കോടി രൂപയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ കിട്ടുന്നത്. അത് ഏറ്റവും വേഗതയിൽ 100 കോടി നേടിയ ഒരു മലയാള സിനിമ എമ്പുരാൻ എന്ന് വിവരം പൃഥ്വിരാജ് സുകുമാരൻ തന്നെയാണ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. സിനിമയ്ക്ക് മുമ്പ് തന്നെ, സിനിമ റിലീസിന് തലേദിവസം തന്നെ 80 കോടി രൂപ കളക്ഷൻ നേടിയ സിനിമയായിരുന്നു എമ്പുരാൻ. ഇപ്പോൾ 20 കോടി രൂപയും കൂടെ ആഡ് ചെയ്ത് 100 കോടി രൂപ എത്തിയിട്ടുണ്ട്. ഇപ്പം ഞായറാഴ്ച വരെയുള്ള എല്ലാ ബുക്കിങ്സും ഏകദേശം 80% മുകളിൽ ബുക്കിംഗ് ആയി കഴിഞ്ഞിരിക്കുകയാണ് ബുക്ക് മൈ ഷോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തുന്നത് ശരിയല്ല. ഈ സിനിമയ്ക്കകത്ത് ഞാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞത് ഇതിനകത്ത് ഒരിക്കലും ഈ ഒരു രാഷ്ട്രീയം ഞാൻ അതൊന്നും ചിന്തിച്ചിട്ട് പോലില്ല. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇതൊക്കെ വെളി വരുന്ന രാഷ്ട്രീയക്കാർ ഇതേപോലെ ഗുജറാത്ത് കലാപത്തിന് മുൻനിർത്തി പറഞ്ഞതൊന്നും ഇഷ്ടപ്പെടാതെ അവർ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് സിനിമ ഡീഗ്രേഡ് ചെയ്യുന്നു. അതൊന്നും ഇതിൻ്റെ ഒരു പ്രശ്നമുള്ള കേസല്ല. ഡീഗ്രേഡിങ്ങിൽ അങ്ങനത്തെ ഒരു കാര്യവുമില്ല. അതൊക്കെ ഒരു സിനിമയാണ്. സിനിമയ്ക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ട്, സിനിമയിലെ ക്രിയേറ്ററിൻ്റെ അവകാശമാണ് അതെല്ലാം. അതിനകത്ത് ഒരു പാർട്ടിയും പ്രത്യേകിച്ച് പറയുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ കാണുകയും വേണ്ട. മിക്ക സിനിമകളിലും ഇതേപോലെ BJP എന്ന് പറഞ്ഞ പാർട്ടിയെ ആരും അതിനകത്ത് കാണിക്കാറില്ല. ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസിനെയും മാത്രമേ കാണിക്കാറുള്ളൂ. ഇതിനകത്ത് BJP കാണിച്ചു, അത്രേ ഉള്ളൂ. BJP എന്നുള്ളൊരു അവർക്ക് സങ്കല്പം, അതായത് തീവ്ര വലതുപക്ഷം എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ചിലപ്പോൾ BJP ആവും, വേറെ വലതുപക്ഷ പാർട്ടികളുണ്ട്, അതൊക്കെ ആവും. പക്ഷെ നമ്മൾ അതൊന്നും നോക്കണ്ട. ഇതൊക്കെ ഒരു സിനിമയിലെ ക്രിയേറ്ററിൻ്റെ കഴിവ്, അല്ലാതെ അതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ സിനിമയെ. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് ഞാൻ പ്രതീക്ഷ ലെവലിലെത്തിയില്ല എന്നുള്ള കാര്യം മാത്രം ഞാൻ പറയുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സിനിമയ്ക്ക് അങ്ങനത്തെ റിവ്യൂ ഇട്ടത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞിട്ട് ആ സിനിമ ഒട്ടും വർക്കായിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനത്തെ റിവ്യൂ ഇട്ട്. ഞാൻ അങ്ങനെ ഒരു റിവ്യൂ ഇടണമെന്ന് ആഗ്രഹിച്ചതല്ല ഈ സിനിമയ്ക്ക്. പക്ഷേ നിങ്ങൾ നേരത്തെ കണ്ടു, ഞാൻ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ഒരാൾ വിളിച്ച് പറഞ്ഞ് നല്ല സിനിമയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നല്ല റിവ്യൂ ഇട്ടതാണ്. കാരണം ആ സിനിമയ്ക്ക് അത്രയും നല്ല സിനിമ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോയി കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു പടം കണ്ടുമ്പോഴത്തേക്ക് ആരാണെങ്കിലും പ്രതികരിച്ച് പോകില്ലേ? നിങ്ങളാണെങ്കിൽ പ്രതികരിക്കില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയേണ്ടത്. അങ്ങനെ ഞാൻ പറഞ്ഞതാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.